അപ്പോൾ നല്ല തണുത്ത മഴയത്തൊരു കട്ടൻ കാപ്പിയും പരിപാടി ആയാലും അതല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു രീതി. അപ്പോൾ ഒരു ഗർഭിണിയായ ചേച്ചിക്ക് ബത്തക്ക ജ്യൂസ് മതി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തണ്ണിമത്തൻ എന്നാ പറയുന്നതെങ്കിലും ഞാനൊരു ഗുമ്മിന് ബത്തക്ക എന്ന് പറഞ്ഞതേ ഉള്ളു. അത് നേരെ വെട്ടിപ്പൊളിച്ച് 2 കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്ത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാം. നമുക്ക് പകുതി മതി. എന്നിട്ടൊരു ചരിവ് എടുക്കാം. അവിടെ അണ്ണാക്കിലോട്ട് ഒഴിക്കാം നമുക്കിതെല്ലാം കൂടി. എന്നിട്ട് നമുക്ക് തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗർഭിണി ശാവം മൂലക്കുരു എന്നായതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ചെയ്തു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇനി അടുത്ത സ്റ്റെപ്പായ കട്ടിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഓരോ പീസും എടുത്ത് കുനുകുനാന്നരിയണം. സവാള ഗിരിഗിരി എൻ്റെ മടലോട്ട് കുറച്ച് പഞ്ചസാരകൾ വാരി വിതറി മിക്സ് ചെയ്ത് എടുക്കുക. ഞാനൊരു പ്രോ ഷെഫ് ആയതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് ഗൈസ്. പഞ്ചസാരയെല്ലാം ഇട്ട് ഇളക്കി നിറച്ച് കുഴച്ച് നമുക്ക് എടുക്കാം. നമുക്ക് എങ്ങനെ കൊടുത്താലും അവളത് തിന്നോളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇളക്കലിൻ്റെ തീറ്റയുടെ ഇടയ്ക്ക് നമ്മൾ വേസ്റ്റ് കളയാൻ മറക്കില്ല, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി തലക്കടിക്കും. ബാക്കി നമ്മുടെ ബത്തക്കയിലോട്ട് കുറച്ച് പാലൂടെ ഒഴിച്ച് കലക്കിയെടുത്ത് നമ്മുടെ സാധനം റെഡിയായി. ഒരു 2 മിനിറ്റ് കലക്കിയാലേ അതിൻ്റെ കളറൊക്കെ മാറി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അരുത്ത് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ്സിലോട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലാസ്സിലോട്ടൊന്നും ഇടാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അണ്ടാവോടെ പോയി കമത്തി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഗൈസ് ബൈ.